കേരളം വീണ്ടും ഇരുട്ടിലേക്ക് പോകുന്നു. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലയളവിൽ പൊതുവിൽ ഇല്ലാതിരുന്നതാണ് ഈ പവർ കട്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഈ പവർ കട്ടിൻ്റെ പ്രത്യേകത നല്ല മഴക്കാലത്താണ് എന്നുള്ളതാണ്. നാളിതുവരെയുള്ള പവർ കട്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വേനൽക്കാലത്തായിരുന്നു പവർ കട്ട് ഉണ്ടാകുക. എന്നാൽ ഈ ഘട്ടത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് കാണാം. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ചില വൈദ്യുത നിയന്ത്രണങ്ങൾ ആവശ്യമായി വന്നിരുന്നു. ഏപ്രിൽ മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. വേനൽക്കാലമാണ്, കൂടുതൽ വൈദ്യുതി ഉപയോഗം വേണ്ടിവരുന്ന കാലയളവാണ്. അതിനോടൊപ്പമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഗ്യാസിൻ്റെ വലിയ രൂപത്തിലുള്ള ഷോർട്ടേജ് ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഗ്യാസിൻ്റെ ലഭ്യത കുറവുണ്ടായപ്പോൾ പാചകം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പുകളിൽ നിന്നും മാറി ഇലക്ട്രിക് അടുപ്പുകളിലേക്ക് കൂടുതൽ മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത് നമ്മുടെ കണക്കുകൂട്ടുകളിലെ ആകെ തെറ്റിച്ചിരുന്നു. 6000 മെഗാവാട്ടാണ് അന്ന് ഡിമാൻഡായി കരുതിയിരുന്നത് എങ്കിൽ ഏപ്രിൽ മാസം അതിനേക്കാളേറെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു പ്രതിസന്ധി സാഹചര്യത്തിലാണ് ചില വൈദ്യുതി നിയന്ത്രണം ആ ഘട്ടത്തിൽ ഏർപ്പെടുത്തേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ഈ മാസക്കാലത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കൂ. 5000 മെഗാവാട്ടിൽ താഴെയാണ് അതിൻ്റെ ഉപഭോഗം എന്നുള്ളത് കാണാൻ കഴിയും. ഉപഭോഗത്തിൻ്റെ തോത് കുറഞ്ഞു നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത് എന്ന് കാണണം. വി ഡി സതീശൻ സർക്കാർ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു എങ്കിൽ ഒഴിവാക്കപ്പെടാൻ കഴിയുമായിരുന്ന ഒന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ വൈദ്യുത നിയന്ത്രണം എന്നുള്ളത് കാണണം. ലോകകപ്പ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു നിയന്ത്രണത്തിലേക്ക് വി ഡി സതീശൻ സർക്കാർ പോകാത്തത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഉത്തരം അന്വേഷിച്ചു പോകുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുന്ന ഒന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്കകത്ത് വൈദ്യുതി മേഖല പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കണം എന്നുള്ളതാണ് മോദി സർക്കാരിൻ്റെ നയം എന്നുള്ളത് കാണാം. അത് ഉൽപ്പാദനവും വിതരണവും ഉൾപ്പെടെയുള്ള മേഖലകൾ സ്വകാര്യവൽക്കരിക്കണമെന്നാണ് മോദി സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി മേഖല പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കണം എന്നാണ്. ഇന്നത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ KSEBക്ക് കഴിയില്ല എന്നാണ് ധവളപത്രം അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. KSEB ബോർഡിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമാകട്ടെ സ്വകാര്യവൽക്കരണത്തിൻ്റെ നിർദ്ദേശമാണ്. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തെ വി ഡി സതീശൻ സ്വാഗതം ചെയ്തു കൊണ്ടുവരികയാണ് കേരളത്തിലേക്ക്. വിതരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്ന നില വന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് കാണാൻ കഴിയണം. സ്വാഭാവികമായും വൻകിട കമ്പനികൾ സ്വകാര്യ മേഖലയുടെ ഭാഗമായി കടന്നു വന്നാൽ KSEBയുടേത് ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാനുള്ള അവസരം തുറന്നു വയ്ക്കപ്പെടും. അതോടുകൂടി KSEB എന്ന പൊതുമേഖലാ സ്ഥാപനം അപ്രസക്തമാകും. ഇന്ന് നിലനിൽക്കുന്ന ക്രോപ്പ് സബ്സിഡി നമുക്കേവർക്കും അറിവുള്ളതാണ്. ക്രോപ്പ് സബ്സിഡി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നിരക്ക് കുറച്ച് നമുക്ക് ലഭ്യമാക്കാൻ ഇടവരുത്തുന്നത്. മാത്രവുമല്ല, സർക്കാർ നിശ്ചയിക്കുന്ന കാർഷിക മേഖലയിലും മറ്റു മേഖലകളിലും സൗജന്യമായോ സബ്സിഡി നിരക്കിലോ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയുന്നത് ക്രോസ് സബ്സിഡി നിലനിൽക്കുന്നത് കൊണ്ടാണ്. സ്വകാര്യവൽക്കരണം കടന്നു വരുന്നതോടുകൂടി ക്രോസ് സബ്സിഡി ഇല്ലാതാകും. വലിയ തോതിലുള്ള തുക നൽകിക്കൊണ്ട് ഗാർഹിക ആവശ്യത്തിന് ഉൾപ്പെടെ വൈദ്യുതി വാങ്ങുന്ന അവസ്ഥയിലേക്കായിരിക്കും നാളെ കേരളം എത്താൻ വേണ്ടി പോകുക എന്നുള്ളത് കാണണം. ഇലക്ട്രിസിറ്റി ബോർഡിനകത്ത് ഏതാണ്ട് 34,000-ഓളം വരുന്ന തൊഴിലാളികളുണ്ട്. അതിലേതാണ്ട് 27,500-ഓളം വരുന്ന തൊഴിലാളികൾ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. സ്വകാര്യവൽക്കരണം കടന്നു വരുന്നതോടെ ആ തൊഴിൽ മേഖലയെയും അത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് കാണാം. ഈ പ്രതിസന്ധികളെയെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തിയായി എതിർത്തുകൊണ്ടിരുന്നത് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷം
കൃത്യമായ ആസൂത്രണത്തിലൂടെ മോദി സർക്കാർ മുമ്പോട്ട് വച്ച സ്വകാര്യവൽക്കരണ നയത്തെ ചെറുക്കുകയായിരുന്നു പിണറായി സർക്കാർ കേരളത്തിനകത്ത് ചെയ്തത് എന്നുള്ളത് കാണാൻ കഴിയും. ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അദാനിയും ടാറ്റ പവറും അംബാനിമാരും എല്ലാം രാജ്യത്തെ മുഴുവൻ വൈദ്യുതി മേഖലയും വിഴുങ്ങാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കാണണം. അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് സന്തോഷം പകരുന്ന എന്തും മോഡി ഗവൺമെന്റിന് സന്തോഷം പകരുന്നതാണ് എന്ന് കാണാം. ഇപ്പോൾ അദാനിക്ക് സന്തോഷം പകരുന്ന എന്തും VD ഗവൺമെന്റിനും സന്തോഷം പകരുന്നതാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പരിപൂർണമായ സ്വകാര്യവൽക്കരണത്തിന്റെ വാതിൽ തുറന്നിടുമ്പോൾ അതിന് അനിവാര്യമായ പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടിയാണോ ഈ മഴക്കാലത്തും ബോധപൂർവം വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമായി വൈദ്യുതി മേഖലയ്ക്കകത്ത് കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിനെ കൃത്യമായി നിയന്ത്രിക്കാനും ശരിയായ മാർഗനിർദ്ദേശം നൽകാനും ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന് കഴിഞ്ഞാൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സ്വകാര്യവൽക്കരണ സ്വപ്നം കാണുന്ന VD സതീശൻ അതല്ല കാണുന്നത് എന്നുള്ളത് കാണണം. അതുകൊണ്ട് ബോധപൂർവമായ പരിസരമുണ്ടാക്കുന്നത് കൂടിയാണ് ഈ ലോകകപ്പ് കാലത്തുണ്ടാക്കുന്ന ഈ നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ് കാണേണ്ടത്.